ഹാദിനകത്തേക്ക് വരുമ്പോൾ ഞാനെല്ലാം കണ്ടു, ഇനി നിങ്ങൾ ബ്രേക്കപ്പ് ആകരുതെന്ന് ഹാദിൻ അവളോട് പറയും. അതിനെപ്പറ്റി ഞാൻ ഇനി ചിന്തിക്കത്ത് പോലും ഇല്ലെന്നാണ് ഹാദിൻ മറുപടി പറയുന്നത്. റിപ്പോർട്ടർ ജോയുടെ കാര്യത്തിൽ നീ കുറച്ചും കൂടി സീരിയസ്നെസ് കാണിക്കണം എന്ന് പറഞ്ഞിട്ടാണ് ഹാദിൻ അവിടുന്ന് പോകുന്നത്. അന്നേരം തന്നെ ഹാക്കിംഗ് അവന് മെസ്സേജ് അയക്കും ഇത് കാണണം എന്ന് പറഞ്ഞിട്ട്. റിപ്പോർട്ടർ ജോയുടെ ഹാക്കിംഗ് പറയുന്നത് ഇയാള് നിങ്ങളുടെ ചാനലിൽ പോപ്പുലർ ആണല്ലോ, അതുകൊണ്ട് അത് ആലോചിച്ചിട്ട് ഞാൻ നെർവസ് ആയിരുന്നു. പിന്നെ എനിക്ക് ഇയാളെ മിസ് ചെയ്യുന്നുണ്ടായിരുന്നു, കാണണം എന്നുണ്ടായിരുന്നു. പക്ഷേ എപ്പോഴും പഴയതുപോലെ വിളിക്കാനൊന്നും പറ്റത്തില്ലായിരുന്നു അവിടുത്തെ ടൈം ഡിഫറൻസ് കാരണം. അതും എനിക്ക് ടെൻഷനുള്ള ഒരു കാര്യമായിരുന്നു. ഞാൻ ആലോചിച്ചിട്ട് ഇയാൾക്ക് കറസ്പോണ്ടന്റ് ആയിട്ട് US വരാനും പറ്റത്തില്ല. ഞങ്ങൾ തിരിച്ചു പോയാൽ ഇനിയെന്ന് വരുമെന്നും എനിക്ക് പറയാൻ പറ്റത്തില്ല എന്നൊക്കെ പറയും. ഇയാൾ ബ്രേക്കപ്പ് ആവാൻ പോവുകയാണോ, അത് ഞാൻ സമ്മതിക്കത്തില്ല എന്ന് റിപ്പോർട്ടർ ജോ പറയുന്നുണ്ടേ. അതല്ല, അതുകൊണ്ട് നമുക്ക് ഒന്നിച്ച് താമസിക്കാം, അതിന് സമ്മതമാണോ എന്ന് ചോദിക്കും. അത് കേൾക്കുമ്പോൾ റിപ്പോർട്ടർ ജോയ്ക്ക് സന്തോഷം. കെയുൺ ഫാമിലിയായിട്ട് മീറ്റ് ചെയ്യും. അമ്മയും അനിയത്തിയും മുൻകൈ എടുത്തിട്ടാണ് അത് സംഭവിക്കുന്നത്. ഇല്ലാന്നുണ്ടെങ്കിൽ അച്ഛനും അവനും തമ്മിൽ മീറ്റ് ചെയ്യാൻ ശ്രമിക്കത്തില്ല എന്ന് അവർക്ക് അറിയായിരുന്നു. കെയുൺ ഇവിടുന്ന് വോളണ്ടിയർ വർക്കിനായിട്ട് പല സ്ഥലങ്ങളിൽ പോകുമ്പോഴും ഫാമിലിയായിട്ട് കോൺടാക്ട് ഉണ്ടായിരുന്നു. എവിടെയാണെന്ന് അമ്മയും അനിയത്തിയൊക്കെ അറിയിക്കുകയും അവിടുന്ന് ഫോട്ടോസൊക്കെ അയച്ചു കൊടുക്കുകയും വിശേഷങ്ങളൊക്കെ വിളിച്ചു പറയുകയും ചെയ്യുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അമ്മ ഇവിടുന്ന് സ്ഥിരമായിട്ട് അവന് സൈഡ് ഡിഷസ് ഒക്കെ പാക്ക് ചെയ്ത് അയച്ചു കൊടുക്കുമായിരുന്നു. അച്ഛൻ അവിടുന്ന് റിസൈൻ ചെയ്തു. ഈ സംഭവത്തിന് ശേഷം അധികം മുറിയിൽ നിന്നൊന്നും പുറത്തിറങ്ങുന്നൊന്നും ഇല്ലായിരുന്നു. അതൊക്കെ അമ്മയ്ക്ക് ടെൻഷനുള്ള കാര്യങ്ങളായിരുന്നു. അതൊക്കെ കെയുണുമായിട്ട് ഷെയർ ചെയ്യുന്നുണ്ടായിരുന്നു. കഴിച്ചു കഴിഞ്ഞ് കഴിയുമ്പോൾ അച്ഛൻ പുറത്ത് ഒറ്റയ്ക്ക് നിൽക്കുന്നത് കാണുന്നുണ്ടെ കെയുൺ അങ്ങോട്ടേക്ക് ചെല്ലും. അച്ഛൻ എന്നോട് ദേഷ്യം ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അതൊക്കെ പഴയ കാര്യങ്ങളല്ലേ, ഇനി അതിനെപ്പറ്റി സംസാരിക്കേണ്ടെന്ന് പറയും. അമ്മ എല്ലാ കാര്യങ്ങളും എന്നോട് പറയുന്നുണ്ടായിരുന്നു. അച്ഛൻ റൂമിൽ നിന്ന് പുറത്തിറങ്ങുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അമ്മയ്ക്ക് സങ്കടം ഉണ്ടായിരുന്നു. എനിക്ക് പഴയ കാര്യങ്ങൾ ആലോചിക്കുമ്പോൾ ചെറിയൊരു സങ്കടം ഉണ്ടെങ്കിലും ഞാൻ ഒരിക്കലും അത് റിഗ്രറ്റ് ചെയ്യുന്നില്ല. അച്ഛൻ്റെ കൂടി നല്ലതിന് വേണ്ടിയിട്ടാണ് ഞാനത് ചെയ്തത്, അതുകൊണ്ട് കുറ്റബോധം ഇല്ല എന്ന് പറയും. നീ എന്നോട് പ്രൊട്ടസ്റ്റ് ചെയ്യുവാണോ, അതുകൊണ്ടാണോ ഇങ്ങനെ എല്ലായിടത്തും വോളണ്ടിയർ വർക്ക് എന്നും പറഞ്ഞു പോകുന്നത്, അതുകൊണ്ടാണോ തിരിച്ച് വീട്ടിൽ വരാത്തതെന്ന് അച്ഛൻ അവനോട് ചോദിക്കും. അവനെപ്പറ്റി കൺസേൺ ഉണ്ടെന്ന് അവന് മനസ്സിലാവും. ഞാനിവിടെ ക്ലിനിക്ക് നടത്തിയിരുന്നതിനെക്കാട്ടിലും സന്തോഷം എനിക്കിത് ചെയ്യുമ്പോൾ കിട്ടുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാനിത് ചെയ്യുന്നതെന്ന് പറയുമ്പോൾ നിനക്ക് എന്താണോ സന്തോഷം തരുന്നത് അത് ചെയ്യണം, പക്ഷേ ഡേഞ്ചറസ് ആയിട്ടുള്ള സ്ഥലങ്ങളിലേക്കൊന്നും പോകാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞിട്ട് അച്ഛൻ പോകും. ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് അത്ര എളുപ്പമല്ല. ഹാദിൻ അടുത്ത ആഴ്ച US തിരിച്ചു പോവുകയാണ്. അതിനു മുമ്പ് പറ്റുന്നത്ര സമയം ഒന്നിച്ച് സ്പെൻഡ് ചെയ്യണം എന്നൊക്കെ റിപ്പോർട്ടർ ജോ ജംഹൂന്റെ അടുത്ത് പറയും. ഇപ്രാവശ്യം തിരിച്ചു പോയാൽ പിന്നെ എന്നത്തേക്കാണ് കൊറിയയിലേക്ക് വരുന്നതെന്ന് ചോദിക്കുമ്പോൾ 1 മാസം എടുക്കും, അവിടെ കുറെ കാര്യങ്ങൾ റാപ്പപ്പ് ചെയ്യാനുണ്ടെന്ന് ഹാദിൻ ജംഹൂന്റെ അടുത്ത് പറയുമ്പോൾ അത് സാരമില്ല, 1 മാസമല്ലേ, ഞാൻ 2 വർഷം വെയിറ്റ് ചെയ്തല്ലോ, അതൊരു പ്രശ്നമല്ല എന്ന് പറയും. ഹാദിൻ ഇപ്പോൾ 2 ഓഫേഴ്സ് ഉണ്ട്. ഒന്ന് ആ കൊറിയൻ ഡയറക്ടറുടേതും മറ്റൊന്ന് ഹോളിവുഡ് മൂവിയുടെ 3rd പാർട്ടുമാണ്. അതിൽ ഏത് ചൂസ് ചെയ്യണമെന്ന് അവർക്ക് കൺഫ്യൂഷനാണ്. അതുകൊണ്ട് ജംഹൂന്റെ അടുത്ത് ഒപ്പീനിയൻ ചോദിക്കും. സെൽഫിഷ് ആവുകയാണെങ്കിൽ കൊറിയൻ ഡയറക്ടറുടെ മൂവിയിൽ അഭിനയിക്കാനായിട്ട് ഞാൻ പറയും, പക്ഷെ അങ്ങനെയല്ല എന്ന് പറഞ്ഞിട്ട് അവൻ അതിനെപ്പറ്റി കൂടുതൽ പഠിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അപ്പൊ ഈ ഡയറക്ടറുടെ ആണെങ്കിൽ മൂവീസ് ഒക്കെ ഹിറ്റാണ്, എല്ലാവർക്കും അയാളുടെ ക്യാരക്ടേഴ്സ് ഒക്കെ ഇഷ്ടമാണ്. അതേസമയം ഹോളിവുഡ് മൂവി ചെയ്യുവാണെങ്കിൽ അത് ഹാദിനെ വീണ്ടും ഗ്ലോബലി ഫേമസ് ആകാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഹാദിന് ഏതാണോ ചെയ്യണമെന്ന് തോന്നുന്നത് അത് ചെയ്തോളൂ എന്നാണ് ജംഹൂൺ പറയുന്നത്. എന്നെ പറ്റി ഓർത്തിട്ട് ആ ഓഫർ വേണ്ടെന്ന് വെക്കരുതെന്ന് പറയും. മിസ്റ്റർ കിമ്മിന് ടീം മാനേജറായിട്ട് പ്രൊമോഷൻ കിട്ടും. ഹാദിനും ജംഹൂണും കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ മിസ്റ്റർ കിം അവിടേക്ക് വന്നിട്ട് ഹാദിനെ കണ്ട സന്തോഷത്തിൽ അവളോട് സംസാരിക്കുന്നുണ്ട്. ഹാദിനെ മീറ്റ് ചെയ്യണമെന്ന് അച്ഛൻ്റെ ആഗ്രഹമായിരുന്നു, അത് നേരത്തെ ജംഹൂണിന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ജംഹൂൺ ഹാദിനെ വിളിച്ചിട്ട് അച്ഛനെ കാണാനായിട്ട് വരും. അവിടെ കാണുമ്പോൾ തന്നെ അച്ഛനെ ഇഷ്ടപ്പെടും. അവർക്ക് വേണ്ടിയിട്ട് ഫുഡൊക്കെ പ്രത്യേകമായിട്ട് എടുത്തു കൊടുക്കും. ജംഹൂണിനെ ഡേറ്റ് ചെയ്യുന്നതിന് താങ്ക്സ് എന്നും പറയും. രണ്ടുപേരും ഒരുമിച്ച് ഹാപ്പി ആയിട്ട് ഇരിക്കുകയാണെന്ന് കാണുമ്പോൾ അച്ഛനും സന്തോഷമാണ്. അവിടുന്ന് അവര് ജംഹൂണിന്റെ അമ്മയുടെ ഗ്രേവ് വിസിറ്റ് ചെയ്യാനാണ് പോകുന്നത്. അവിടേക്ക് പോകണമെന്ന് ഹാദിനാണ് ആദ്യം പറയുന്നത്. അവൾ ആദ്യം സജസ്റ്റ് ചെയ്തതിൽ ജംഹൂണിന് സന്തോഷമുണ്ട്. അങ്ങോട്ടേക്ക് ഇങ്ങനെ പറയും എന്നുള്ളൊരു ഇത് അവനുണ്ടായിരുന്നു. ഇത് ജംഹൂണുമായിട്ട് യാതൊരു ബന്ധവുമില്ല, ഞാനും അമ്മയും നല്ല കൂട്ടായിരുന്നു എന്നാണ് ഹാദിൻ അന്നേരം പറയുന്നത്. അമ്മയും അങ്ങനെ തന്നെയാണ് കരുതിയിരുന്നതെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഇയാളെ മീറ്റ് ചെയ്ത ദിവസം അമ്മ നല്ല സന്തോഷത്തിലായിരുന്നു. അത്രയും ചിരിച്ച് സന്തോഷത്തോടെ അമ്മയെ ഞാൻ അതിന് മുമ്പ് കണ്ടിട്ടില്ല എന്ന് ജംഹൂൺ അവളോട് പറയും. തിരിച്ചു വരുന്നുണ്ടെ വീടിന്റെ ഫ്രണ്ടിൽ ഫുൾ റിപ്പോർട്ടേഴ്സ് ആണ്. പക്ഷെ സാധാരണ പോലെ ഹാദിന് പേടിയൊന്നും തോന്നുന്നില്ല. ഇപ്രാവശ്യം ജംഹൂൺ അവളുടെ കൂടെ ഉണ്ടല്ലോ. രണ്ടുപേരും കൂടി ധൈര്യമായിട്ട് റിപ്പോർട്ടേഴ്സിന്റെ ഫ്രണ്ടിൽ കൂടി കൈയും പിടിച്ചിട്ടാണ് വീട്ടിലേക്ക് കയറി പോകുന്നത്. ജംഹൂൺ കാരണമാണോ തിരിച്ചു വന്നത്, ഇനി ഇവിടെ തന്നെ ഉണ്ടാവുമോ, നിങ്ങൾ കല്യാണം കഴിക്കാൻ പോവുകയാണോ, എന്തെങ്കിലും ഒന്ന് പറയാമോ എന്നൊക്കെ റിപ്പോർട്ടേഴ്സ് ചോദിക്കുന്നുണ്ടെങ്കിലും ഇവര് മറുപടി ഒന്നും പറയത്തില്ല. ആ വീക്കെൻഡിൽ രണ്ടുപേരും കൂടി ക്യാമ്പിങ്ങിന് പോകാനായിട്ട് റെഡിയാവുന്നുണ്ടെങ്കിലും മഴ പെയ്യുന്നത് കാരണം പ്ലാൻ ക്യാൻസൽ ചെയ്യേണ്ടി വരും. അതുകൊണ്ട് അവിടുന്ന് വരുന്നത് ജംഹൂണിന്റെ വീട്ടിലേക്കാണ്. രാത്രി ആകുമ്പോഴത്തേക്കിനും ഫുഡൊക്കെ കഴിച്ച് ബിയറൊക്കെ കുടിച്ച് മൂവിയൊക്കെ കണ്ടു
ഒന്നിച്ചാണ് അവർ അന്നത്തെ ദിവസം അവിടെ സ്പെൻഡ് ചെയ്യുന്നത്. ഹാദിന്റെ പുതിയ സിനിമയുടെ അനൗൺസ്മെന്റ് നടക്കുകയാണ്. അതിന്റെ പ്രസ് മീറ്റിന് പോകാൻ വേണ്ടിയിട്ട് ജംഗ്ഹൂൺ ഇറങ്ങും. അന്നേരം സ്നോ വീഴും. സ്നോ എപ്പോഴും അവന് സെയൂണിന്റെ മരണവുമായിട്ട് ബന്ധപ്പെട്ട മെമ്മറിയാണ്. അതുകൊണ്ട് തന്നെ എപ്പോഴും അവൻ ഫ്രീസ് ആകാറുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോ അതുമായിട്ട് മുന്നോട്ട് പോകാനായിട്ട് അവൻ പഠിച്ചു കഴിഞ്ഞു. ഹാദിന്റെ പുതിയ കൊറിയൻ മൂവിയായിട്ട് ബന്ധപ്പെട്ട പ്രസ് മീറ്റ് നടക്കുകയാണ്. 2 വർഷത്തിന് ശേഷമാണല്ലോ കൊറിയയിലേക്ക് വരുന്നത്, എന്താണ് ഇവിടുത്തെ ഫാൻസിനോട് പറയാനുള്ളതെന്ന് ഒരു റിപ്പോർട്ടർ ചോദിക്കും. അന്നേരമാണ് ജംഗ്ഹൂൺ അവിടേക്ക് വരുന്നത്. പകുതി ജംഗ്ഹൂണിന്റെ അടുത്തും പകുതി ഫാൻസിനോടുമായിട്ടാണ് അവൾ പറയുന്നത്, എനിക്ക് ഒരുപാട് മിസ് ചെയ്തു, നിങ്ങളെയൊക്കെ കാണണം എന്നുണ്ടായിരുന്നു, നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് കാരണമാണ് എനിക്ക് അൺഫെമിലിയർ ആയിട്ടുള്ള ഒരു സ്ഥലത്ത് ചെന്നിട്ടും സർവൈവ് ചെയ്യാനായിട്ട് പറ്റിയതെന്നാണ് ഹാദിൻ പറയുന്നത്. ഹോളിവുഡ് മൂവിക്ക് പകരം എന്തുകൊണ്ടാണ് ഈ ഒരു സിനിമ ചൂസ് ചെയ്തതെന്ന് ചോദിക്കുന്നുണ്ടേ ഡയറക്ടറാണ് അതിന് മറുപടി പറയുന്നത്. എന്റെ ഈ സിനിമയിൽ ഹാദിൻ തന്നെ അഭിനയിക്കണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു, അതുകൊണ്ട് പ്രാക്ടിക്കലി ഞാനാണ് ബെഗ് ചെയ്ത് ഹാദിനെ ഇതിൽ അഭിനയിപ്പിച്ചതെന്ന് പറയും. എനിക്ക് കഥ കേട്ടപ്പോൾ ഇഷ്ടപ്പെട്ടു, എന്റെ കഥാപാത്രം ഇഷ്ടപ്പെട്ടു, ഡയറക്ടറുടെ എല്ലാ സിനിമകളും ഹിറ്റാണ്, എല്ലാവർക്കും അതിലെ ക്യാരക്ടേഴ്സ് ഒക്കെ ഇഷ്ടമാണ്, അതുകൊണ്ടാണ് ഞാനിത് ചെയ്യാനായിട്ട് തീരുമാനിച്ചത്. പക്ഷെ അതിന് പിന്നിൽ വേറൊരു റീസൺ കൂടിയുണ്ട്. ഒരാൾ എന്നോട് ഈ ഒരു കഥാപാത്രം ചെയ്യുവാണെങ്കിൽ എനിക്ക് കൊറിയൻ ഇൻഡസ്ട്രിയിൽ മടങ്ങി വരുമ്പോൾ ഒരു വലിയ ഹിറ്റ് കിട്ടുമെന്നും ഈ ക്യാരക്ടർ എല്ലാവരും ഇഷ്ടപ്പെടുമെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടുകൂടിയാണ് ഞാനിത് ചെയ്യാൻ തീരുമാനിച്ചതെന്ന് പറയും. ജംഗ്ഹൂണിനെ ഉദ്ദേശിച്ചാണ് ഹാദിൻ അത് പറയുന്നത്. ഈ 2 വർഷത്തിന് ശേഷം ഇങ്ങോട്ടേക്ക് മടങ്ങാം എന്നുള്ള ഒരു തീരുമാനം എടുത്തതിന് പിന്നിൽ ഒരു കാരണം ഉണ്ടാവുമല്ലോ, അതെന്താണെന്ന് ഒരു റിപ്പോർട്ടർ ചോദിക്കും. ആങ്കർ വി ആണോ ആ കാരണമെന്നും അവർ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഹാദിൻ പറയുന്ന മറുപടി, അല്ല, ഞാൻ മടങ്ങി വന്നത് എനിക്ക് വേണ്ടിയിട്ടാണ്. ഞാൻ ജനിച്ചു വളർന്ന ഈ സ്ഥലത്ത് എന്നെ എല്ലാവരും സ്നേഹിക്കുകയും ഓർക്കുകയും വേണമെന്ന് എനിക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ മടങ്ങി വന്നതെന്നാണ്. എൻ്റെ ഓർമ്മകളൊന്നും ഞാൻ മറക്കാനായിട്ട് പോകുന്നില്ല, പക്ഷേ ആ ഓർമ്മകളുമായിട്ട് ജീവിക്കാൻ ഞാൻ പഠിച്ചു കഴിഞ്ഞു. നല്ല ഓർമ്മകളായിട്ട് അത് മനസ്സിൽ സൂക്ഷിക്കാനും മുറിവുകളായിട്ട് ഓർക്കാതിരിക്കാനും ഞാൻ പഠിച്ചു കഴിഞ്ഞു എന്ന് ജംഗ്ഹൂൺ പറയുന്ന വോയിസ് ഓവർ കേൾപ്പിച്ചുകൊണ്ടാണ് ഈ ഡ്രാമ അവസാനിക്കുന്നത്.